ഇന്നലെ വരെ മിമിക്രി കളിച്ചുകൊണ്ട് നടന്നവൻ ഭയങ്കര ഗ്ലാമർ, അവൻ്റെ സിനിമകളൊക്കെ ഹിറ്റാകുന്നു എന്നാ ഇവനിട്ട് എന്ന് പറയുന്നത് ജയറാമിന് ഇച്ചിരി ആക്രമിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. ജയറാമിൻ്റെ ആദ്യത്തെ ഷോട്ടിലൊക്കെ മറ്റ് സിനിമകളുടെ പല സിനിമകളുടെ ആദ്യത്തെ ഷോട്ടിൽ കൂവുമായിരുന്നു. ജയറാം ആ ലുക്കൊന്നും മാറ്റാൻ സമ്മതിച്ചിട്ടില്ല സാറിൻ്റെ ഒരു പടത്തിലും. എനിക്ക് നാടൻ പെണ്ണ് നാട്ടുപ്രമാണിയിൽ അല്പം എണ്ണ തേക്കാൻ പോലും പറ്റിയില്ല. അത് പിന്നെ തേച്ച് ആ തേച്ചിൻ്റെ ഗുണം അതിനകത്ത് കിട്ടി. ചില ഈ ഫിഗറിൻ്റെ ഒരു സംഭവമുണ്ട്, ചില ബോഡി ലാംഗ്വേജിൻ്റെ ഒരു സംഭവമുണ്ട്. ചിലർ ഈ ഡള്ളാവാൻ, നമ്മൾ ചില നടനെ ഡള്ളാക്കാൻ നോക്കി എത്ര ഡള്ളാക്കാൻ നോക്കിയാലും ആവത്തില്ല. പുള്ളിക്ക് ഇച്ചിരി കവിള് കൂടുതലാണ്, ജയറാമിന് വട്ടമുഖമാണ്, അത്യാവശ്യം നല്ല നിറമാണ്. അപ്പോൾ അതിലിട്ട് നമ്മളിനി എന്ത് പണിതാലും ചുമ്മാ ഒരു 150 രൂപയുടെ ഉടുപ്പെടുത്തിട്ട് കൊടുത്താലും പുള്ളി അതിടുമ്പോൾ 5000 രൂപയുടെ ഉടുപ്പായി മാറും. മനസ്സിലായില്ലേ? ദിലീപിന് ഇതേ പ്രശ്നം നസീർ സാറിനും ഉണ്ടായിരുന്നു. നസീർ സാറും സത്യനും കൂടെ നിൽക്കുന്നതിൽ നിന്ന് നോക്കിയാൽ മതി. സത്യൻ സാറ് ചുമ്മാ ഒരു ഒറ്റ മുണ്ട് എടുത്തൊരു തോളിൽ തോർത്തിട്ട് കഴിഞ്ഞാൽ കർഷകനായി. നസീർ സാറിന് ഇനിയിപ്പോൾ എന്തെടുത്ത് ഇട്ട് കൊടുത്താലും ആ തിളങ്ങുന്ന ഒരു ചന്ദ്രൻ്റെ മുഖവും, മനസ്സിലായില്ലേ, ആ സൗന്ദര്യവും ആ മുഖത്തിൻ്റെ ഒരു ആംഗിൾ, ഏത് ആംഗിളിലെടുത്താലും ഇങ്ങനെ എന്താ പറയുക, പളുങ്ക് പോലെയല്ലേ ഇരിക്കുന്നത്. അതിലൊരു ഒബ്ജക്ഷൻ ഉണ്ട് സാർ. ഇപ്പോൾ അമരത്തിൽ മമ്മൂട്ടി ആ കഥാപാത്രം ചെയ്യുന്നുണ്ട്. ആ കഥാപാത്രം ജയറാമൻ വരുന്ന ജയറാം അങ്ങനെ ആവണ്ടേ, അതുപോലെ ആകണ്ടേ, ആ അരയനായിട്ട് മാറണം. അത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുന്നില്ല. ഞാൻ അതിനാണ് ഏറ്റവും വലിയ ഉദാഹരണം സത്യം മാഷ്. ഞാൻ പറഞ്ഞൊരു സിനിമയുടെ പേരും കൂടെ വെച്ചിട്ടുണ്ടാണ്. ഏതാണെന്നറിയാം? രണ്ടുപേരും കൂടെ ഇരുന്ന് കള്ളു കുടിക്കാൻ, അനുഭവങ്ങൾ പാളിച്ചകൾ, രണ്ടുപേരും കൂടെ കള്ളു കുടിക്കുന്നതും കള്ളു കുടിച്ചിട്ട് ഇറങ്ങുന്നതും ഒക്കെ ആയിട്ട് ഒരു നസീർ സാറിൻ്റെ നിറത്തിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. വല്ലാത്തൊരു കളറല്ലേ. പിന്നെ ഈ പുള്ളിയുടെ ഒരു ഫേസിൻ്റെ ഒരു ഷേപ്പ്, എനിക്ക് തോന്നുന്നു ഒരു സൗത്ത് ഇന്ത്യൻ നടന്മാർക്കും ആ പോലെ ഒരു ഫേസും ഫിഗറും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, ഇപ്പം നെഞ്ചത്തക്കത്തിൽ രോമമൊക്കെ കുറവെന്നൊക്കെ പറഞ്ഞ് പണ്ട് ചെറുപ്പക്കാർ കളിയാക്കുക. അത് കുശുമ്പ് കൊണ്ടാണ്. ഈ കാണാൻ കൊള്ളാവുന്ന ആണുങ്ങളോടൊക്കെ കുശുമ്പാണ്. നസീർ സാറിനോട് ഭയങ്കര കുശുമ്പായിരുന്നു. പുള്ളി കുഞ്ഞിരാമൻ എന്നൊരു ക്യാരക്ടർ, വടക്കമ്പാട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ട് പിന്നെ പുള്ളിയെ വർഷങ്ങൾ ഇവിടുത്തെ യുവതലമുറ, അന്നത്തെ യുവതലമുറ കുഞ്ഞിരാമൻ എന്നാണ് വിളിച്ചിരുന്നത്. അറിയാമോ? കേട്ടിട്ടുണ്ടോ? കുഞ്ഞിരാമൻ്റെ സിനിമ വന്നിട്ടുണ്ട്. പക്ഷേ കുശുമ്പാണ്. കാരണം പ്രേം നസീറിനെ ആരാധിക്കുന്നത് അത്രയും പെണ്ണുങ്ങളാണ്. അതിൻ്റെ ഒരു കുശുമ്പുണ്ട്. ഈ മമ്മൂക്ക ഭയങ്കര ഫിഗറിലായിരുന്നു, മാറ്റിയെടുക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ചോദ്യത്തെ ഞാൻ ഇതൊന്ന് തീർത്തോട്ടെ. കമലഹാസനോട് ഒരു കാലത്ത് മലയാളിക്ക് തീരാത്ത അസൂയായിരുന്നു. ആ പ്രേമാഭിഷേകമൊക്കെ വരുന്ന സമയത്ത് എന്തൊരു കുശും. കാരണം പെണ്ണുങ്ങളങ്ങ് നീട്ടിച്ച് കയറി. ചാക്കോച്ചൻ്റെ അടുത്തൊരു സമയത്തുണ്ടായിരുന്നു. ഇതേ പ്രശ്നമാണ് ജയറാമിനോടും ഉണ്ടായിരുന്നത്. അതായത് ഇന്നലെ വരെ മിമിക്രി കളിച്ചുകൊണ്ട് നടന്നവൻ ഭയങ്കര ഗ്ലാമർ, അവൻ്റെ സിനിമകളൊക്കെ ഹിറ്റാകുന്നു എന്നാ ഇവനിട്ട് എന്ന് പറയുന്നത് ജയറാമിന് ഇച്ചിരി ആക്രമിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. ഞാനും ജയറാം കൂടെ സിനിമ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ജയറാമിൻ്റെ ആദ്യത്തെ ഷോട്ടിലൊക്കെ മറ്റ് സിനിമകളുടെ പല സിനിമകളുടെ ആദ്യത്തെ ഷോട്ടിൽ കൂവുമായിരുന്നു. മനപ്പുറം കൂവുമായിരുന്നു. മനപ്പുറം കുശുമ്പ് തന്നെയാണ്. അതുണ്ട് കേട്ടോ, അതിവിടെ ഉണ്ട്. നമുക്കതിനൊന്നും മരുന്നൊന്നുമില്ല. ഇനി ചോദിച്ച ചോദ്യം, മമ്മൂക്കായെയും ഈ പറഞ്ഞ പോലെ ഡള്ളാക്കിയൊക്കെ എടുക്കാൻ വലിയ പാടാണ്. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി വടക്കൻ വീരഗാഥയിൽ പുള്ളിയുടെ ഗെറ്റപ്പ് ഒരു ഗന്ധർവൻ്റെ മുഖമായിട്ടൊക്കെ വരുന്ന ഒരാളാണ്. കുട്ടേട്ടൻ എന്ന് പറഞ്ഞ സിനിമയിൽ ആടിപൊളി ഗ്ലാമറായിട്ട് ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് വരുന്ന ഒരാളുടെ ഒരു ഇമേജാണ്. അതേ ആൾ അമരത്തിൽ ഒരു അരയനായിട്ട് അത്ഭുതകരമായ ട്രാൻസിഷൻ, അതാണ് ഞാൻ പറഞ്ഞത്, അത്ഭുതകരമായ ട്രാൻസിഷനാണത്. മൃഗയ അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതിനകത്ത് ബോധപൂർവം ഒരു നടനും കൂടി അതിനകത്ത് പങ്കാളിയാവണം എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ നേരത്തെ പ്രേമൻ പറഞ്ഞാൽ ഉണ്ട്. ജയറാം എണ്ണ തേക്കാൻ തയ്യാറായില്ല, തേപ്പിച്ച് ആ ജുബ്ബ താല്പര്യമില്ല. അങ്ങനെ ഒരു സിനിമയുള്ളൂ പുള്ളിയുടെ. അങ്ങനെ ഒറ്റ സിനിമയുള്ളൂ. വില്ലനിക്കാണ് ശരിക്കും പറഞ്ഞാൽ ആ റോള് വില്ലനിക്കാണ്. ഒരു പെണ്ണിൻ്റെ, ഒരു സ്ത്രീയുടെ ഉള്ളം കയ്യിൽ കിടന്ന് അമ്മാനെ ആടുന്ന ഒരു കഥാപാത്രമാണ് ഈ അതിലെ ജയറാമിൻ്റെ കഥാപാത്രം എന്ന്. അറിയാലോ, സബ്ജക്റ്റ് അറിയാലോ.